2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. മോശം മത്സ്യങ്ങളുടെ വിൽപ്പന തടയാൻ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുന്നു. കഴുത്തുമുട്ടിൽ നിന്ന് അഴുകിയ മത്സ്യം പിടിച്ചെടുത്തു. ട്രോളിംഗ് നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ മീൻ തട്ടുകളിൽ ഫോർമാലിൻ കലർന്ന മീൻ വിൽക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാപകമായ രീതിയിൽ ഫോർമാലിൻ കലർന്ന മത്സ്യം കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ടെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന ശക്തമാവുന്നത്. നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ മൊബൈൽ ടെസ്റ്റിംഗ് ലാബ് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ തുടരുന്നത്. 19ഓളം സർക്കിളുകളിൽ ഇത് സംബന്ധിച്ച പരിശോധന പൂർത്തിയാക്കി. 7ാം സർക്കിളിലായിരുന്നു കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. കഴുത്തുമുട്ട് ഭാഗത്ത് നിന്ന് അഴുകിയ നിലയിൽ കണ്ടെത്തിയ മത്സ്യം പിടികൂടി. പോളക്കണ്ടം മാർക്കറ്റിലും പരിശോധന നടത്തിയെങ്കിലും മോശം സാഹചര്യത്തിലുള്ള മത്സ്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അധികൃതർ അറിയിച്ചു. നിലവിൽ ട്രോളിംഗ് നിരോധനമായതിനാലും നമ്മുടെ കൊച്ചി പ്രദേശത്ത് ഉള്ള മീൻ തട്ടുകളിലെല്ലാം തന്നെ ഫോർമാലിനും അതുപോലെ അമോണിയവും ചേരുന്ന മീനുകൾ വരുന്നുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്കുണ്ട്. മാത്രമല്ല, സ്വാഭാവികമായിട്ടും മീൻ കുറവായിരിക്കുമ്പോഴത്തേക്ക് വമ്പൻ മുതലാളിമാരുടെ ഫ്രീസറുകളിൽ നിന്ന് ഇതുപോലെ സാധനങ്ങൾ വരാറുണ്ട്, തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നു. മാത്രമല്ല, ഒന്ന് മഴക്കാലമായതിനാലും പ്രത്യേകിച്ച് മറ്റേ വ്യാപകമായിട്ടുള്ള രോഗം പടരുന്നതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ മാത്രമല്ല, ആരോഗ്യ മേഖല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഭക്ഷണ കൃത്യമായിട്ട് യാതൊരുവിധ മറ്റു വിഷ പദാർത്ഥങ്ങളൊന്നും ചേരാത്ത ഭക്ഷണം നൽകണമെന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ്. അതിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഏകദേശം ഒരു 19ഓളം സർക്കിളുകളിൽ നിരന്തരമായി നമ്മൾ ഈ മീന് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നമ്മുടെ തന്നെ മൊബൈൽ വേനൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 7ാം സർക്കിളിലും ഇന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.